ചെങ്ങായിമാരെ നിങ്ങൾ സംബന്ധം കറിഞ്ഞ ആരെയും പേടിക്കാത്ത ലോക പോലീസായ സംഗീളുടെയും ക്രിസ്തങ്കിയുടെ ആരാധനാ കഥാപാത്രമായ ട്രംപാണിനോടല്ല ചൈനയോട് പോയിട്ട് പറയുന്നു നിങ്ങൾ ഒരിക്കലും ഇറാനെ സഹായിക്കാൻ പാടില്ല എന്ന്. ചൈനയെ നിങ്ങളെങ്ങാൻ ഇറാനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് ദൈവം പോലും പൊറുക്കില്ല എന്നാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മളെ ട്രംപണ്ണൻ ചൈനയോട് പറഞ്ഞത്. സംഭവം എന്താ വെച്ചാൽ ഇന്നലെ നമ്മളെ ട്രംപണ്ണന്റെ കപ്പലില്ലേ ഇറാൻ ഇപ്പൊ തീർക്കുന്നു പറ്റി പോയ കപ്പലിലേക്ക് ഇറാനുണ്ടല്ലോ ഒരു ട്രോൺ അങ്ങ് പറഞ്ഞു വിട്ട് വെറും 1000 രൂപയുടെ ഒരു ട്രോണ് പറഞ്ഞു വിട്ട് ആ ട്രോണ് കണ്ടപാട് നമ്മളെ ട്രംപണ്ണൻ പേടിച്ച് പണ്ടാറുണ്ടെങ്കിൽ നമുക്കെന്തായാലും സംഗീതയും ക്രിസംഗീടും എല്ലാമായ പേടിച്ച് പണ്ടാക്കുന്ന ട്രംപണ്ണൻ ചൈനയെ പോയി കണ്ടിട്ട് കരഞ്ഞ് കാല് പിടിച്ച ആ വാർത്തയൊന്നും കേട്ടിട്ട് വന്നാലോ. ഇപ്പോൾ ഒരു ചെറിയ ഫോൺ വിളിയുടെ വാർത്തയിലേക്കാണ് പോകുന്നത്. ചെറിയ ഫോൺ വിളിയല്ല, ഒരു 1.5 ഫോൺ വിളിയായിരുന്നു. ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ടെലിഫോണിൽ സംസാരിച്ചു. പശ്ചിമേഷ്യയിൽ സമാധാനത്തിനായി ഇറാനെ ഒറ്റപ്പെടുത്തണം എന്നാണ് ഇപ്പോൾ ട്രംപിന്റെ ആവശ്യം. അതിനിടെ ഇറാൻ അമേരിക്ക ആണവ ചർച്ച നാളെ മസ്കറ്റിൽ നടക്കുകയാണ്. ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്ക തത്സമയം ചേരുന്നു. മധു, ഈ ഡൊണാൾഡ് ട്രംപ് ഫോൺ വിളിച്ചെന്ന് പറഞ്ഞാൽ അതിന് ഒരർത്ഥമല്ല, 1000 അർത്ഥങ്ങളുണ്ട് ഈ പുതിയ കാലത്ത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് എസ് കെ. തീർച്ചയായിട്ടും അതിന് ഒരുപാട് അർത്ഥങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. എസ് കെ, അതേസമയം ഇന്നലത്തെ ഏറ്റവും സുപ്രധാനമായ വാർത്ത, ലോകം ശ്രദ്ധിച്ച ഏറ്റവും വലിയ വാർത്ത എന്ന് വേണമെങ്കിൽ പറയാം, ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രീമിയർ ഷി ജിൻപിങ്ങുമായിട്ടുള്ള ടെലിഫോൺ കോൾ ആയിരുന്നു. ഇറാന്റെ നിലവിലെ സാഹചര്യം ഇരുവരും വിശദമായിട്ട് വിലയിരുത്തുകയുണ്ടായി. ഇറാനെ സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും പ്രതിരോധത്തിലാക്കുവാൻ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പിന്തുണ ഡൊണാൾഡ് ട്രംപ് തേടുകയും ചെയ്തിട്ടുണ്ട്. ഇറാൻ വിഷയത്തിന് പുറമെ ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധം, അതുപോലെ തായ്വാൻ ചൈനയെ സംബന്ധിച്ച് ഒരു വലിയ വിഷയമാണ്. അമേരിക്ക തായ്വാനെ വലിയ തോതിൽ സപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് ആ ഒരു പ്രതിസന്ധിയും തുടങ്ങിയ നിർണായക വിഷയങ്ങളും ഒക്കെ ഈ ഫോണിലൂടെ ഇവർ ചർച്ച ചെയ്തതായിട്ടാണ് അറിയാൻ സാധിച്ചത്. അത് മാത്രമല്ല, ഏപ്രിൽ മാസത്തിൽ ഡൊണാൾഡ് ട്രംപ് ഔദ്യോഗിക സന്ദർശനത്തിനായി ബീജിംഗിൽ എത്തുമെന്ന് ട്രംപ് തന്നെ പറയുന്നുണ്ട്. ചൈന ഇതുവരെയും ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ 2 ഉച്ചകോടികൾ നടക്കുമെന്നുള്ള രീതിയിലുള്ള വാർത്തകൾ ചൈനയിൽ നിന്നും വരുന്നുണ്ട്. വ്യാപാര തർക്കങ്ങൾക്ക് പരിഹരിക്കുന്നതിനും അതുപോലെ ഉഭയകക്ഷി ബന്ധമൊക്കെ മെച്ചപ്പെടുത്തുന്നതിനും ഈ സന്ദർശനമൊക്കെ വഴിയൊരുക്കുമെന്നാണ് അമേരിക്കയിൽ നിന്നുള്ള ഈ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ളവർ കരുതുന്നത്. അത് മാത്രമല്ല, ചൈനയുമായിട്ടുള്ള അമേരിക്കയുടെ ബന്ധവും ഷി ജിൻപിങ്ങുമായിട്ടുള്ള തന്റെ പേഴ്സണൽ റിലേഷനും ഫ്രണ്ട്ഷിപ്പും ഒക്കെ വളരെ വലുതാണെന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ പിന്നീട് ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്റെ ട്രംപെ, സ്വന്തം കാര്യലാഭത്തിനോടി സ്വന്തം ഏറ്റവും നല്ല സുഹൃത്തിനെ പോലും ചതിക്കുന്ന നിന്നെ ലോകത്താരും വിശ്വസിച്ചാലും ചൈന ഒരിക്കലും വിശ്വസിക്കൂല. എന്റെ ട്രംപ് അണ്ണ, നീയുണ്ടല്ലേ ചൈനന്റെ മേലെ നികുതി കൂട്ടുമ്പോ ചൈന നിന്റെ മേലെ അതിന്റെ ഇരട്ടി നികുതി കൂട്ടും. നീ ഒരു വർഷം കൊണ്ട് കണ്ടുപിടിക്കുന്ന സാധനം ഉണ്ടല്ലോ ട്രംപെ, ചൈന വെറും ഒരു മണിക്കൂറിൽ കണ്ടുപിടിക്കും. അതുകൊണ്ട് നീ ചൈനേന ഇടിയാക്കാൻ വേണ്ടി പറ്റിക്കാൻ നോക്കണ്ട ട്രംപെ. നിന്റെ ഭീഷണിയിൽ പേടിക്കാൻ വേണ്ടി ചൈനയുടെ ഒരു നേതാവുണ്ടല്ല നിന്റെ എപ്സ്റ്റീൻ ഫയലിലെ ആ ഫയലിൽ വന്നിട്ടില്ല. അങ്ങനെ വന്ന കുറച്ച് മൈപ്രണ്ട് ഉണ്ടല്ല, മൈപ്രണ്ട് പേടിക്കായിരിക്കും, പക്ഷെ ചൈന പേടിക്കൂല. അതുകൊണ്ട് ട്രംപ് അണ്ണ, നീ ചൈനയോട് പോയിട്ട് ചൈനയെ നീ എന്റെ അടുത്ത സുഹൃത്താന്ന് പറഞ്ഞാല് ചൈനക്കാർ നിന്നെ കണ്ടവഴി ഓടിക്കും. ഇനി നമുക്കുണ്ടല്ലോ അടുത്തതായിട്ട് ഭയങ്കരമായ ഒരു കോമഡി വാർത്ത കേട്ടിട്ട് വരാം. ന്യൂസ് 8-ലെ 2 മാധ്യമ പ്രവർത്തകർ എന്താ പറഞ്ഞാൽ ഇറാൻ അങ്ങോട്ട് പോയിട്ട് പ്രകോപിപ്പിക്കുന്നു. അതായത് അമേരിക്കൻ അങ്ങോട്ട് പോയിട്ട് ഇറാനെ പോലും പ്രകോപിപ്പിച്ച് അമേരിക്ക ഇങ്ങോട്ട് വന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല പോലും. നമുക്ക് എന്തായാലും ന്യൂസ് 8 സംഘിച്ചാല് പറഞ്ഞ ആ മനോഹരമായ കോമഡി കേട്ടിട്ട് വരാം. ഇനി അന്താരാഷ്ട്ര തലത്തിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്, യുഎസുമായി ആണവ കരാർ ചർച്ചകളിലേക്ക് കടക്കുന്നതിനിടെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ആവർത്തിച്ചുള്ള പ്രകോപനങ്ങൾ. അമേരിക്കൻ യുദ്ധക്കപ്പൽ എബ്രഹാം ലിങ്കണ് നേരെ ഇറാനിയൻ ഡ്രോൺ പാഞ്ഞെടുത്തു. യുഎസ് ഇത് വെടിവെച്ചിട്ടു. ഇതിനിടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം വിട്ടു നൽകില്ലെന്ന് ആയത്തുള്ള അലി ഖമനി പറഞ്ഞതും ചർച്ചകളിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അജയ് സുധാ ബിജു വിവരങ്ങളുമായി. അജയ്, അമേരിക്കൻ പടക്കപ്പലിന് നേരെ ഒരു ഡ്രോൺ വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവർ ഏത് വിധേനയും അത് ചെറുക്കും. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്ന വാർത്തകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾക്ക് ഏതെങ്കിലും തരത്തിൽ ഈ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനങ്ങൾ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുമോ? ശ്രീജ, ഇറാൻ 2 തരത്തിലും ഇക്കാര്യത്തിനോട് പ്രതികരിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ അവർ പറയുന്നത് ചർച്ചകൾക്ക് തയ്യാറാണ്, യുഎസുമായി സഹകരിക്കാൻ നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകളെല്ലാം അവരുടെ വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം വന്നിരുന്നു. എന്നാൽ ആയത്തുള്ള അലി ഖമനയുടെ മുഖ്യ ഉപദേഷ്ടാവ് ഇപ്പോൾ നിലവിൽ പറയുന്നത് ഭീഷണിക്ക് വഴങ്ങി യുഎസിനോട് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല, സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് യുഎസുമായി വ്യാപാരം നടത്താൻ തങ്ങൾ വിസമ്മതിക്കുന്നു എന്നെല്ലാമാണ് ആയത്തുള്ള അലി ഖമനയുടെ മുഖ്യ ഉപദേഷ്ടാവ് പറഞ്ഞത്. എന്നാൽ ഈ ആണവ കരാർ ചർച്ചകളിൽ നിന്ന് ഇറാൻ പിന്നോട്ട് പോകുന്നതായി ഇദ്ദേഹം യാതൊരു സൂചനകളും നൽകിയിട്ടില്ല. ഇത്തരത്തിൽ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകൾ അത് ഇറാന്റെ ഭാഗത്ത് നിന്ന് ആവർത്തിച്ച് തന്നെ വരുന്നുണ്ട്. ട്രംപ് എങ്ങനെയാണോ നിൽക്കുന്നത് അതിൽ നിന്ന് ഒരുപടി തങ്ങളും ഒട്ടും പിന്നോട്ടില്ല എന്നുള്ള തരത്തിൽ അതുപോലെ തന്നെ പ്രകോപനപരമായിട്ടുള്ള വാക്കുകളാണ് പലപ്പോഴും ഇറാന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. എന്നാലൊരു എല്ലപ്പ ന്യൂസ് 8 ചാനലിലെ മാധ്യമ പ്രവർത്തകരെ, നിങ്ങൾ അമേരിക്ക ഉണ്ടല്ല ഇറാന്റെ അതിർത്തി കൊണ്ടുപോയിട്ട് കപ്പലിട്ടിട്ട് ഇറാനെ ഇപ്പൊ നമ്മൾ ആക്രമിക്കും എന്ന് പറയുമ്പോൾ ഇറാൻ തിരിച്ച് അമേരിക്കനോട് എന്താ പറയേണ്ടത്? ഓക്കെ, സുഖമാണോ മൈ ഫ്രണ്ട്? അങ്ങനെയാണോ ഇറാൻ തിരിച്ച് അമേരിക്കനോട് പറയേണ്ടത്? നിങ്ങൾ രണ്ടാളുണ്ടല്ലോ അടിപൊളി ടീമാട്ടാ. ഇറാനുണ്ടല്ലോ അമേരിക്കന്റെ അതിർത്തി കൊണ്ടുപോയിട്ട് കപ്പലിട്ടിട്ട് അമേരിക്കനോട് നമ്മൾ ഇപ്പൊ അങ്ങോട്ട് അടിക്കുന്നതല്ല പറയുന്നത്, നേരെ തിരിച്ചാണ് പറയുന്നത്. എന്റെ മാധ്യമ പ്രവർത്തകരെ, അങ്ങനെ തിരിച്ച് പണി കിട്ടുമ്പോ ട്രംപെണ്ണ മെഴുകുന്ന പോലെ കരഞ്ഞു മെഴുകേണ്ടി വരും. ഇനി ഞാനല്ലോ നിങ്ങൾക്ക് അതിന്റെ ഇടക്ക് വേറൊരു കോമഡി വാർത്ത കേൾപ്പിച്ചു തരാം. ട്രംപെണ്ണനെ പോലെ തന്നെ വേറൊരു പേടിത്തോണ്ടല്ലേ നമ്മളെ നെതന്യാഹു മൂപ്പർ അമേരിക്കനോട് പറഞ്ഞ ആ വാർത്തയും കൂടി നമുക്ക് കേൾക്കാം.
ഇറാൻ US ചർച്ച പൊളിക്കാൻ നീക്കവുമായി ഇസ്രായേൽ. US ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫുമായി ബെഞ്ചമിൻ നെതന്യാഹു ചർച്ച നടത്തി. ചർച്ച വിജയിക്കണമെങ്കിൽ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി കൂടി ഉൾപ്പെടണമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. ഇന്നലെ രാത്രി US കപ്പലുകൾക്ക് നേരെ വന്ന ഇറാൻ ഡ്രോൺ വെടിവെച്ചിട്ടതായി അമേരിക്ക ആരോപിച്ചു. തുർക്കിയിൽ നിശ്ചയിച്ച ചർച്ച ഒമാനിലേക്ക് മാറ്റണമെന്ന ഇറാന്റെ ആവശ്യം അമേരിക്ക അംഗീകരിച്ചതായാണ് റിപ്പോർട്ട്. സംഘർഷം ലഘൂകരിക്കാൻ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി ഖത്തർ പ്രധാനമന്ത്രി ചർച്ച നടത്തി. ഓന്റെ പേടി എന്താ പറയാ, നമ്മളെ നെതന്യാഹുവിന്റെ പേടി. ഇനി ഇറാനും അമേരിക്കയും കൂടി ചർച്ച നടത്തിട്ട് ചർച്ച വിജയിച്ചിട്ട് അമേരിക്ക ഇനി ഒരിക്കലും ഇറാനോട് മുട്ടാൻ പോയില്ലെങ്കിൽ നെതന്യാഹു ഉണ്ടല്ല ഒറ്റക്കായി പോകും. ഒന്നാമത് അമേരിക്ക നെതന്യാഹുവിന്റെ കൂടെ കൂടിയപ്പം തന്നെ ഇറാനുണ്ടല്ല നെതന്യാഹുവിനെ ഉറങ്ങാൻ പോലും വിട്ടില്ല. ഇനിയിപ്പോ അമേരിക്കയും കൂടി ഇല്ലെങ്കിൽ നെതന്യാഹുവിന്റെ അവസ്ഥ എന്താണ് നെതന്യാഹുവിനെ തന്നെ അറിയാം. സംഘികളും ക്രിസ്തംഗികളും കേരളത്തിൽ ഇത് തള്ളും പോലെ തള്ളിക്കൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് ഏറ്റവും കൂടുതൽ അറിയുന്നത് നെതന്യാഹുവിനെ തന്നെയാണ്. ഇത് നമുക്കുണ്ടല്ലോ ആരെയും ലോകത്തുള്ള ഒരാളെയും പേടിക്കാത്ത ഇറാൻ എന്താണ് ഉദ്ദേശിക്കുന്ന വാർത്തയും കൂടി കേട്ടിട്ട് വന്നാലോ. പശ്ചിമേഷ്യ വീണ്ടും വലിയൊരു സൈനിക സംഘർഷത്തിന്റെ വക്കിലാണെന്ന സൂചനകൾ പുറത്തുവരികയാണ്. ഇറാൻ സായുധ സേനാ മേധാവി മേജർ ജനറൽ അബ്ദുൾ റഹീം മൂസവിയാണ് ഇങ്ങനൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. യുദ്ധമുണ്ടായാൽ അമേരിക്കക്കാർ ആരും സുരക്ഷിതരായിരിക്കാമെന്ന് കരുതേണ്ട എന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നത്. സൈനിക മേധാവിയുടെ വാക്കുകൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഇറാൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് രാജ്യം അതിന്റെ പ്രതിരോധ തന്ത്രങ്ങളിൽ വലിയ മാറ്റം വരുത്തിയിരിക്കുകയാണ്. കേവല പ്രതിരോധം എന്നതിൽ നിന്ന് മാറി അറ്റാക്കിംഗ് ഡിഫൻസ് എന്ന ശൈലിയാണ് ഇറാൻ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നടന്ന 12 നാൾ യുദ്ധത്തിന് ശേഷം ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും നീക്കങ്ങളെ ഇറാൻ അതീവ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. ശത്രുക്കളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ചെറിയൊരു പിഴവ് പോലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താവളങ്ങൾ ഇറാന്റെ നിരീക്ഷണത്തിലാണെന്നും ജനറൽ മൂസവി വ്യക്തമാക്കുന്നുണ്ട്. ഇറാൻ ഒരു വിശാലമായ രാജ്യമാണെന്നും അതിനെ സൈനികമായി വളയാനോ സാമ്പത്തിക ഉപരോധത്തിലൂടെ തളർത്താനോ സാധിക്കില്ലെന്നും അദ്ദേഹം പറയുന്നു. ഒരു യുദ്ധമുണ്ടായാൽ ഇറാൻ ഒറ്റയ്ക്കായിരിക്കില്ലെന്നും മേഖലയിലെ വിവിധ ഗ്രൂപ്പുകൾ ചേർന്ന് അമേരിക്കയ്ക്കും ഇസ്രായേലിനെതിരെ നീങ്ങുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇറാന്റെ റവല്യൂഷണറി ഗാർഡിനെ ഭീകര സംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള യൂറോപ്യൻ യൂണിയന്റെ നീക്കത്തെയും ജനറൽ മൂസവി വിമർശിച്ചിരുന്നു. ഇറാൻ സായുധ സേനാ മേധാവി ജനറൽ മൂസവി ഇത്തരമൊരു പ്രസ്താവന നടത്തിയതിന് പിന്നിൽ ഒന്നിലധികം കാരണങ്ങളുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത കാലത്തായി മെഡിറ്ററേനിയൻ കടലിലും ഗൾഫ് മേഖലയിലുമായി അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി വലിയ തോതിലുള്ള സൈനികാഭ്യാസങ്ങൾ നടത്തി വരുന്നുണ്ട്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെയും സൈനിക താവളങ്ങളെയും ലക്ഷ്യം വെച്ചുള്ളതാണ് ഈ നീക്കങ്ങളെന്നാണ് ഇറാൻ വിശ്വസിക്കുന്നത്. അതിനാൽ തന്നെ ഇതിനെ പ്രതിരോധിക്കാനുള്ള ശേഷി തങ്ങൾക്കുണ്ടെന്ന് കാണിക്കാൻ കൂടിയാണ് മൂസവിയുടെ പ്രതികരണങ്ങൾ എന്നാണ് കരുതപ്പെടുന്നത്. ഈ പ്രസ്താവനയ്ക്ക് പിന്നിലെ മറ്റൊരു കാരണമായി വിലയിരുത്തുന്നത് കഴിഞ്ഞ വർഷത്തെ 12 ദിവസത്തെ യുദ്ധമാണ്. ഈ യുദ്ധമേഖലയിലെ സൈനിക സമവാക്യങ്ങളെ മാറ്റിയ ഒന്നായിരുന്നു. സംഘർഷത്തിൽ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ഇറാന്റെ സഖ്യകക്ഷികൾക്ക് സാധിച്ചുവെന്ന് ഇറാൻ വിലയിരുത്തുന്നു. തങ്ങളുടെ മിസൈൽ സാങ്കേതിക വിദ്യ ശത്രുവിന്റേതിനേക്കാൾ ശക്തമാണെന്നും അതിനാൽ പഴയതുപോലെ പ്രതിരോധത്തിൽ ഒതുങ്ങി നിൽക്കാതെ തിരിച്ചടിക്കുമെന്നുള്ള സന്ദേശവും സൈനിക മേധാവിയുടെ വാക്കുകളിലുണ്ട്. കൂടാതെ ആയുധ സാങ്കേതിക വിദ്യയിലെ പുരോഗതി നൽകുന്ന ധൈര്യവും ഈ പ്രസ്താവനയ്ക്ക് പിന്നിലുണ്ട്. ഹൈപ്പർസോണിക് മിസൈലുകൾ, അത്യാധുനിക ഡ്രോണുകൾ എന്നിവയിൽ തങ്ങൾ കൈവരിച്ച നേട്ടങ്ങൾ ഇറാന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിരുന്നു. അല്ല പിന്നെ എന്റെ ട്രംപണ്ണ, നിങ്ങൾ അമേരിക്ക പഴയ അമേരിക്ക ആയിരിക്കും, പക്ഷെ ഇറാൻ ഉണ്ടല്ല പഴയ ഇറാനല്ല എന്റെ ട്രംപണ്ണ. ഒന്നും ഇല്ലാതിരുന്ന കാലത്തുണ്ടല്ല ഇറാൻ ഒരാളെയും പേടിച്ചില്ല. അപ്പോഴാണ് ഇപ്പൊ എല്ലാ സാധനം ഉള്ള കാലത്ത് നിങ്ങളെയൊക്കെ പേടിക്കേണ്ടത്. ഏറ്റവും നല്ല പ്രതിരോധം ഉണ്ടല്ല അത് അക്രമം തന്നെയാണ് എന്റെ ട്രംപണ്ണ. അത് ഇറാൻ സ്വീകരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പിന്നെ വേറൊരു കാര്യം, ഇറാനുണ്ടല്ല അങ്ങോട്ട് പോയി ചോദിക്കുന്നില്ല, ഇങ്ങോട്ട് വന്ന് ചോദിച്ചത് അതാരായാലും അത് ലോക പോലീസായാലും പേടിക്കൂല, തിരിച്ചക്രമിക്കുന്നു പറഞ്ഞ ഇറാൻ തന്നെയാണ് ആൺകുട്ടികൾ. ഒന്നുമില്ലെങ്കിലും ട്രംപണ്ണ നിങ്ങൾ ഇപ്പൊ ഇറാനെ തീർക്കുന്ന മറ്റും കൊണ്ടുപോയ എബ്രാലിംഗം കപ്പലില്ലേ, ആ കപ്പലിന്റെ മുകളിലേക്ക് വെറും 1000 രൂപയുടെ ഡ്രോൺ അയച്ചിട്ട് നിങ്ങൾ ഇത്രമാത്രം പേടിപ്പിക്കാൻ വേണ്ടി ഇറാന് പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ഇറാനുണ്ടല്ല എന്തും പറ്റും. നിങ്ങളുടെ കപ്പലിന്റെ മുകളിലേക്ക് ഒരു ചെറിയ ഡ്രോണ് വന്നപാട് ഭയങ്കരமான തള്ളും ഭയങ്കരமான ഡയലോഗ് അടിക്കുന്ന ട്രംപിനെ പേടിച്ച് പറിച്ചിട്ട് ഇപ്പൊ ചർച്ചയാകാമായി. അതുമാത്രമല്ല ചൈനനെ പോയിട്ട് കണ്ടിട്ട് അവരുടെ കാൽക്കീഴിൽ വീണിട്ട് ഒരിക്കലും നിങ്ങൾ ഇറാനെ സഹിക്കാൻ പാടില്ലെന്ന് പൊട്ടിക്കരയാനും തുടങ്ങി. ഇപ്പൊ നിങ്ങൾ തന്നെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച ചൈന ദോസ്തല്ലേ, ഭയങ്കരമായ ദോസ്ത്. നിങ്ങളുടെ ഈ ദയനീയാവസ്ഥയുണ്ടല്ല ചിലപ്പോൾ നിങ്ങളുടെ രാജ്യക്കാര് നിങ്ങളുടെ നാട്ടുകാര് പൊറുക്കും സഹിക്കുമായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ തള്ളുന്ന നമ്മളെ കേരളത്തിലെ ക്രിസ്തംഗികളും എങ്ങനെ സഹിക്കും എന്റെ ട്രംപണ്ണ, എങ്ങനെ സഹിക്കും? അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ട്രംപണ്ണനും ഒരു നല്ല സുലാൻ.